വാർത്തകൾ വിശദമായി. മൂന്നാർ പഞ്ചായത്തിന്റെ വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം അനധികൃതമെന്ന് ഹൈക്കോടതി. മൂന്നാർ പഞ്ചായത്തിനെതിരെ സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുക്കുന്നില്ല എന്നും കോടതി ചോദിച്ചു. സ്റ്റോപ്പ് മെമ്മോ നിലവിലുള്ളപ്പോൾ നിർമ്മാണ പ്രവർത്തനം നടത്തിയ പഞ്ചായത്തിന്റെ നടപടി കോടതിയെ ലക്ഷ്യമാണെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരുന്നു. അനീഷ്, സർക്കാർ എന്തുകൊണ്ട് നടപടിയെടുത്തിട്ടില്ല എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ കോടതി നടപടികൾ സർക്കാരിന് വലിയ തിരിച്ചടിയാണ്. രേണുക, വിവാദ ഷോപ്പിംഗ് കോംപ്ലക്സിന് റവന്യൂ വകുപ്പ് നൽകിയ സ്റ്റോപ്പ് മെമ്മോ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മൂന്നാർ ഗ്രാമപഞ്ചായത്ത് നൽകിയ ഹർജി പരിഗണിക്കുകയാണ് പഞ്ചായത്തിനെതിരെ ഹൈക്കോടതി ആഞ്ഞടിച്ചിരിക്കുന്നത്. മുതിരപ്പുഴയാറിന്റെ വശങ്ങളിലുള്ള നിർമ്മാണ വിലക്കും നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് NOC നിർബന്ധമാക്കിയുള്ള ഡിവിഷൻ ബെഞ്ച് ഉത്തരവും പഞ്ചായത്തിന് അറിയില്ലേ എന്ന് കോടതി ചോദിച്ചു. തദ്ദേശ ഭരണ സ്ഥാപനം തന്നെ ഇത്തരത്തിൽ നിയമലംഘനം നടത്തിയാൽ മറ്റുള്ളവർ എങ്ങനെ നിയമം അനുസരിക്കും എന്നും ചോദിച്ചു. ഗുരുതരമായ നിയമലംഘനം നടത്തിയ പഞ്ചായത്തിനെതിരെ നടപടിയെടുക്കാത്ത എന്തുകൊണ്ടാണെന്നും കോടതിയുടെ ഭാഗത്തുനിന്നും പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നു. എന്നാൽ കൃത്യമായും പഞ്ചായത്തിന്റെ വാദങ്ങളെ പൂർണ്ണമായും തള്ളുന്ന രീതിയിൽ തന്നെയാണ് സർക്കാർ സത്യവാങ്മൂലം സമർപ്പിച്ചിരിക്കുന്നത്. ഷോപ്പിംഗ് കോംപ്ലക്സ് നിർമ്മാണം പൂർണ്ണമായും അനധികൃതമാണെന്ന് സർക്കാർ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു. കണ്ടവൻ കമ്പനി ഭൂമി വിട്ടു നൽകിയത് പാർക്കിംഗ് ക്രമീകരണങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഇവിടെ മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് അനുമതിയില്ല. പഞ്ചായത്ത് നടത്തിയത് ഈ സാഹചര്യത്തിൽ ഗുരുതരമായ നിയമലംഘനമാണ്. ഒപ്പം സബ് കളക്ടർ സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷമാണ് NOCക്കുള്ള അപേക്ഷ പോലും പഞ്ചായത്ത് നൽകിയത്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഹർജി ചെലവടക്കം തള്ളണമെന്നാണ് ദേവികുളം സബ് കളക്ടർ രേണുരാജ് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നത്. എന്തായാലും സർക്കാർ പൂർണ്ണമായും മൂന്നാർ ഗ്രാമപഞ്ചായത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളെ തള്ളുന്ന തരത്തിലുള്ള റിപ്പോർട്ട് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അനീഷ്, വലിയ വിവാദമായതാണ് സബ് കളക്ടറുടെ ഇടപെടലും ഇതിനെ തുടർന്നുള്ള നടപടികളും ഒക്കെ വലിയ വിവാദമായതാണ്. ദിവസങ്ങളോളം മാധ്യമങ്ങളിൽ ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം പോലും സൃഷ്ടിച്ചിരുന്നു. ഇപ്പോഴത്തെ കോടതി നടപടികൾ ഈ സംഭവങ്ങളെയൊക്കെ ഏത് രീതിയിലാണ് സ്വാധീനിക്കാൻ പോകുന്നത്? കോംപ്ലക്സ് പൊളിക്കേണ്ട സാഹചര്യം തന്നെയാണോ നിലവിലുള്ളത്? രേണുക, പ്രധാനമായും ദേവികുളം MLA S രാജേന്ദ്രൻ സബ് കളക്ടർ രേണുരാജുമായി കൊമ്പ് കോർത്തതിനെ തുടർന്ന് അവർക്കെതിരെ അധിക്ഷേപകരമായ ചില പരാമർശങ്ങൾ നടത്തിയതിനെ തുടർന്നാണ് പഞ്ചായത്ത് ഷോപ്പിംഗ് കോംപ്ലക്സിന്റെ നിർമ്മാണവും വിവാദത്തിലേക്ക് നീങ്ങിയത്. ഈ കെട്ടിടത്തിന് സ്റ്റോപ്പ് മെമ്മോ നൽകിയ ശേഷം നിർമ്മാണം തടസ്സപ്പെടുത്താൻ റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയപ്പോഴാണ് സബ് കളക്ടറെ പറ്റി മോശമായ പരാമർശങ്ങൾ S രാജേന്ദ്രൻ MLAയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. എന്നാൽ ആ ഘട്ടത്തിൽ തന്നെ ഒരു പരിധിവരെ സർക്കാർ ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ തള്ളിക്കളയുന്ന നിലപാടാണ് സ്വീകരിച്ചത്. പൂർണ്ണമായും നിയമാനുസൃതമായ നടപടികളാണ് സബ് കളക്ടർ രേണുരാജ് കൈക്കൊണ്ടുവന്ന് ജില്ലാ കളക്ടറും ഒപ്പം റവന്യൂ വകുപ്പ് സെക്രട്ടറിയും ഒക്കെ റിപ്പോർട്ട് നൽകിയിരുന്നു. ഇതിന്റെ ഒരു തുടർ നടപടികളാണ് ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പഞ്ചായത്തിന്റെ പ്രധാന വാദം പ്ലാൻ ഫണ്ടിൽ നിന്നും ഉൾപ്പെടുത്തി ജില്ലാ വികസന സമിതി യോഗം അംഗീകാരം നൽകി പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടത്തിയത്. വികസന സമിതിയുടെ ചെയർമാൻ ജില്ലാ കളക്ടറാണ്. ഇത്തരത്തിൽ ജില്ലാ കളക്ടർ കൂടി ഉൾപ്പെട്ട ഒരു സമിതിയാണ് നിർമ്മാണത്തിന് അനുമതി നൽകിയത് എന്നതുകൊണ്ടാണ് NOCക്ക് പ്രത്യേകം ഒരു അപേക്ഷ നൽകാതിരുന്നത് എന്നാണ് പഞ്ചായത്ത് വ്യക്തമാക്കുന്നത്. എന്നാൽ ഇതൊന്നും നിയമവിരുദ്ധ പ്രവർത്തനം നടത്താൻ പര്യാപ്തമായ വിശദീകരണം അല്ല എന്നാണ് ഇപ്പോഴത്തെ ഈ MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.